കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ 3 ആശ്രമങ്ങളുണ്ട്. അതുപോലെ അന്നദാന മണ്ഡപമുണ്ട്, ശ്മശാനമുണ്ട്. എല്ലാത്തിലും ഉപരി നാട്ടിന് അക്ഷരം പകർന്നു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ സ്ഥാപിച്ച ചിന്താലയ വിദ്യാലയമുണ്ട്. കാരണം അറിവിൻ്റെ കേന്ദ്രമായിട്ട്, അറിവ് എന്ന് പറയുമ്പോൾ കുറച്ച് അക്ഷരജ്ഞാനം മാത്രമല്ല, ആത്മീയമായിട്ടും ഒരു നല്ല തലമുറയെ എങ്ങനെ വാർത്തെടുക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭഗവാൻ ചിന്താലേശൻ ചിന്താലയ വിദ്യാലയം സ്ഥാപിച്ചത്. ആ ചിന്താലയ വിദ്യാലയത്തിൻ്റെ 22ാം വാർഷികം ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യ അതിഥിയായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ജയകുമാർ സാർ IAS സാറിനെ അറിഞ്ഞുകൂടാത്തവരായി ചിലപ്പോൾ ആരും തന്നെ കാണുകയില്ല. കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അത്ര സുപരിചിതനാണ്, അത്ര എളിമയുടെ പ്രതീകമാണ്. ശരിക്ക് കാരുണ്യം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു മഹാവ്യക്തിത്വമാണ് നമുക്ക് വിശിഷ്ട അതിഥിയായി, ചീഫ് ഗസ്റ്റായി വന്നിരുന്നത്. അപ്പോൾ സാറിൻ്റെ വാക്കുകൾ, ഇപ്പോൾ സാറിനെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞാൽ നമുക്കൊരു എപ്പിസോഡ് പറഞ്ഞാൽ പോലും തീരത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വരികൾ, അദ്ദേഹം എഴുതിയ കവിതകൾ ഇന്ന് സിനിമയിലൂടെയും അല്ലാതെയും ഈ ഒരു ദിവസമെങ്കിലും കേരള ജനത കേൾക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. എത്രയോ ജീവൻ നിലനിൽക്കുന്ന പാട്ടുകൾ. മൂകാംബിക ക്ഷേത്രം പോവാതെ തന്നെയാണ് കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി എന്ന പാട്ട് സാർ എഴുതിയത്. അതിന് ശേഷമാണ് സാറ് മൂകാംബി തന്നെ പോയത്. അത്ര ജ്ഞാനമുള്ള, കണ്ടെഴുതും പോലെ, മൂകാംബിക പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ പാട്ടും ആ വരികളും അതുപോലെ മൂകാംബിക ദർശനം കുടജാദ്രി പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ പോകാതെ കണ്ടെഴുതിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അത്ര ജ്ഞാനം ഉള്ള, അത്ര ത്രികാലജ്ഞാനിയായ ആളാണ് ജയകുമാർ സാറ്. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല. ഒരു പകരക്കാരനെ കേരളത്തിലെടുക്കാനില്ല. കാരണം എന്തോ ഒരു കാര്യം വന്നാലും സാറിനെയാണ് അവസാന വാക്ക് സാറ് തന്നെയാണ്. അതിന് പകരം ഒരു വാക്ക് പറയാൻ ആരും തന്നെ ഇല്ല. സാറാണ് ഇന്ന് നമ്മളുടെ ചീഫ് ഗസ്റ്റായി നമ്മളെ സ്കൂളിൻ്റെ 22ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. സാറിൻ്റെ വാക്കുകൾ
എല്ലാ ഭക്തരും ശ്രവിക്കുക. ഭഗവാനെക്കുറിച്ച് സാറ് പറയുന്ന ഓരോ വാക്കുകളും നമ്മളെ ഹൃദയസ്പർശിയായ വാക്കുകളാണ്. അത് കേൾക്കുക. അതുപോലെ എല്ലാവരിലേക്കും ചാനൽ ഷെയർ ചെയ്യുക. ദീർഘമായി പ്രസംഗിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുമെന്നൊരു ഭീഷണി നിങ്ങൾക്ക് വേണ്ട. എനിക്ക് തന്നെ തിരുവനന്തപുരത്ത് എത്തണം എന്നുള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ ഉപദ്രവിക്കുന്നുള്ളൂ. ഈ സ്കൂളില് ഇതിനു മുമ്പ് വരാനും നിങ്ങളെ കാണാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കുറച്ച് വർഷത്തിന് മുമ്പാണ്. അന്ന് എനിക്ക് തോന്നുന്നത് സ്വാമി ജീവിച്ചിരിക്കുന്ന സമയത്താണ്. സ്വാമിജിയെ കാണാനും ഗുരുദേവനെ കാണാനും ഇവിടെ മൂത്തങ്കോട് പോയി അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കാനും എല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ പാവനമായിട്ടുള്ള ആ നാമധേയത്തിൽ നടത്തപ്പെടുന്ന ഒരു വിദ്യാലയത്തിൽ വരാൻ സാധിച്ചത് എന്നെ പോലെ ഒരാളുടെ ഒരു വലിയ മഹത്വമായി അല്ലെങ്കിൽ അംഗീകാരമായി ഞാൻ കാണുന്നു. എന്നാൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഈ സ്കൂളിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ വലിയൊരു അനുഗ്രഹമായി നിങ്ങൾ കരുതണം എന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിലൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ട്. ഇതിനേക്കാൾ ആഡംബരമുള്ള സ്കൂളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്നാൽ സ്വാമിയുടെ പേരിലുള്ള ഈ സ്കൂളിൽ കുറെ കാലം ചെലവഴിക്കാൻ സാധിക്കുന്നത് വഴി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൈവരുന്ന നേട്ടം അതൊരു പക്ഷെ നമുക്ക് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ സാധ്യമല്ല. എന്താണ് ഈ സ്വാമിയെ പറ്റി നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നത്? അദ്ദേഹത്തെ 1-2 തവണ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് 1-2 പാഠങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും പകർത്താൻ സാധിക്കും. മുഴുവൻ അല്ലെങ്കിൽ പോലും കുറെയൊക്കെ പകർത്താൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പാവനമായിട്ടുള്ള സാന്നിധ്യം ഉള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മഹിത ജീവിതത്തിൽ നിന്ന് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ 2 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ടേക്ക് അവേ എന്ന് പറയാവുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പകർത്താൻ നമുക്ക് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ആ 2 മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ ഇവിടെ പഠിച്ചതിന്റെ സുഹൃതം ഈ വിദ്യാർത്ഥികൾക്ക് ആയുഷ്കാലം മുഴുവൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, പരമമായിട്ടുള്ള ലാളിത്യം. ജീവിതം സങ്കീർണമാക്കാനോ ആഡംബരപൂർണമാക്കാനോ ഉള്ളതാണ് എന്ന് വിചാരിക്കുന്ന 21ാം നൂറ്റാണ്ടിന്റെ ഒരു ഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നാഗരികത കൊണ്ടും പിന്നെ ഉപഭോഗ സംസ്കാരം കൊണ്ടും ഒക്കെ തന്നെ എത്രത്തോളം അടിപൊളിയായി ജീവിക്കാം എന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ ലാളിത്യത്തിന്റെ മഹാവാക്യമായി സ്വാമിയുടെ ഓർമ്മ നമുക്കൊപ്പം ഉണ്ട് എങ്കിൽ ജീവിതത്തിന് സുഖങ്ങൾ വേണ്ടതോ ആഡംബരങ്ങൾ വേണ്ടതോ ഒന്നും ഞാൻ പറയുകയല്ല. ആവശ്യമുള്ള ആഡംബരങ്ങളൊക്കെ ആയിക്കോളും, സുഖങ്ങളും ആയിക്കോളും. പക്ഷേ ഒന്നിന്റെയും അടിമയാകാതെ ഈ ജീവിത സുഖങ്ങളോട് നമുക്ക് ഇടപെടാൻ സാധിക്കുമെങ്കിൽ, മനസ്സിനൊരു ലാളിത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കുമെങ്കിൽ ആ ലാളിത്യമാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ നിങ്ങൾ സർവസംഘ പരിത്യാഗികളായി ജീവിക്കണമെന്നും ഒറ്റ കൊണ്ടെടുത്തുമാണ് ജീവിക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞാല് ഈ കുഞ്ഞുങ്ങള് എനിക്ക് തലയ്ക്ക് വെളിവില്ലാന്നുള്ള ഉടനെ അവർ തീരുമാനിക്കും. നമ്മുടെ സ്കൂളിലൊരു ചീഫ് ഗസ്റ്റ് വട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു ഒറ്റ കൊണ്ടെടുത്താൽ മതി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു നേരം ആഹാരം കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒന്നുമുള്ള ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് വേണ്ട. അതൊന്നുമല്ല ലാളിത്യം. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ഒറ്റ കൊണ്ട് മാത്രം എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ ദുരയും കൊള്ളയും മാത്രം നടത്തുന്ന എത്രയോ മഹാന്മാരെ നമുക്കറിയാം. അതല്ല ഈ ബാഹ്യമായ ലാളിത്യമല്ല, ബാഹ്യമായ ലാളിത്യമേ അല്ല, ആന്തരികമായി ജീവിതത്തിന്റെ സകല സുഖഭോഗങ്ങളോടും ഒരു അകൽച്ചയോടുകൂടി ആവശ്യമുള്ള ആഡംബരം മതി. അതിനപ്പുറത്തേക്ക് ഈ ആഡംബരത്തിന് വേണ്ടി എന്റെ ജീവിതം സംവിധാനം ചെയ്യുക എന്ന ഒരു ദുരമൂത്ത ഒരു കാലത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്താതിരിക്കണമെങ്കിൽ
അതിനുള്ള ഏറ്റവും വലിയ സേഫ്റ്റി നെറ്റ് എന്ന് പറയുന്നത് സ്വാമിയുടെ ജീവിതം തന്നെയാണ്. ഏറ്റവും നിസ്വനായി ജീവിതാവസാനം വരെ പരമലാളിത്യത്തിൽ ജീവിച്ച അങ്ങേറ്റം എന്താണ് അറിവ് കൊണ്ട് ജ്ഞാനം കൊണ്ട് ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും പരമലളിതമായി ജീവിക്കാൻ സാധിച്ച ഒരു മഹാത്മാവിന്റെ ജീവിതത്തിൽ നിന്ന് ലാളിത്യം എന്ന് പറയുന്ന മഹാഗുണം നമുക്ക് കഴിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഒരു പരിശ്രമം നമുക്ക് ഉണ്ടാകുമെങ്കിൽ ജീവിതത്തിന്റെ ഏത് അത്യുന്നത പദവിയിൽ എത്തിയാലും ശരി, സമ്പത്താലും സുഖങ്ങളാലും ആഡംബരങ്ങളാലും നമ്മൾ മൂടപ്പെടുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് വൈലോപ്പള്ളി പറഞ്ഞതുപോലെ എപ്പോഴും ഉണ്ടാകട്ടെ ഇത്തിരി കൊന്നപ്പൂവും ഒരു ഗ്രാമത്തിന്റെ വിശുദ്ധിയും എന്ന് പണ്ട് കവി പറഞ്ഞില്ലേ. ആ ഗ്രാമത്തിന്റെ വിശുദ്ധിയും ഇത്തിരി കൊന്നപ്പൂവുമായിട്ട് ജീവിക്കാൻ ഏത് ആഡംബരത്തിലും നമുക്ക് സാധിക്കുന്ന ഒരു മാനസികമായ ലാളിത്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിന്റെ ഗുണം എന്താണ്? ഒരു പ്രലോഭനത്തിലും പെടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. സുഖങ്ങൾ വരും, ആഡംബരങ്ങൾ വരും, വന്നതുപോലെ അത് പോകും. എന്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് നിർണ്ണയിക്കുന്ന ഒരു ലാളിത്യ ബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ അത് സന്യസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം വർദ്ധിക്കണമെന്നല്ല. എല്ലാ സുഖങ്ങളും ഉള്ളപ്പോഴും മനസ്സിൽ ഒരു ലാളിത്യത്തിന്റെ മഹാബോധം കാത്തു സൂക്ഷിക്കാൻ ചിന്താലയേശ സ്വാമികൾ നമ്മളോട് പറയുന്നു. അത് നമ്മുടെ ജീവിതത്തെ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറയാൻ വയ്യാത്ത രീതിയിൽ ജീവിതത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ അതുകൊണ്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം എന്നെനിക്ക്. രണ്ട്, അദ്ദേഹം ലളിതമായി ജീവിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ സമൂഹത്തെ മറക്കാതെ ജീവിച്ച ഒരാളാണ്. ആ പാഠവും അദ്ദേഹം എന്തിനാണ് ഈ സ്കൂൾ തുടങ്ങുന്നത്? അദ്ദേഹം ഒരു സർവസംഘ വ്യക്തിയാണ്. പക്ഷേ ഇവിടുത്തെ മക്കൾക്ക് ഒരു സ്കൂൾ തുടങ്ങണം. ആ സ്കൂളില് പാവപ്പെട്ട പിള്ളേരാണെങ്കിൽ പണം നോക്കിയല്ല, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഈ ഒരു സ്കൂൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്നത്. പണ്ട് കവി പറഞ്ഞില്ലേ, അന്യനേകി സ്വജീവിതം ധന്യവാക്കും അമലേ വിവേകികൾ എന്ന ആശാന്റെ വരിയുണ്ട്. എല്ലാ മഹാന്മാരുടെ ജീവിതത്തിലും തന്നെ മറന്ന് അന്യനെ കുറിച്ച് ഓർക്കാനുള്ള ഒരു വാസന ഉണ്ടാക്കി. മഹത്വത്തിന്റെ ഒരു ക്വാളിറ്റി, ഒരു ലക്ഷണം തന്നെ തന്നെ മറന്ന് മറ്റുള്ളവരെ പറ്റി മറ്റുള്ളവരെ പാരവയ്ക്കാൻ വേണ്ടി ചിന്തിക്കുകയല്ല കേട്ടോ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ ചിലര്, എപ്പോഴും മറ്റുള്ളവരെ പറ്റിയാണ് ചിന്ത. എന്താണ് അവനിട്ട് എന്ത് കൊടുക്കാൻ വേണം? അതല്ല, അന്യനുതകി ഉതകണം, അല്ല ഉപദ്രവിക്കുകയല്ല, ഉതകണം. അന്യനുതകി സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു വലിയ വിവേകത്തിന്റെ ആവിഷ്കാരം കൂടിയാണ് ഈ വിദ്യാലയം. നമ്മളിവിടെ പഠിച്ചിട്ട് ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ എത്തി നല്ല നല്ല ഉദ്യോഗങ്ങളിലൊക്കെ ഇരിക്കുമ്പോ ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന ചിന്ത എപ്പോഴുണ്ടാകുമോ അപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ ബാധ്യതയായിരിക്കും. ഞാനൊരു വലിയ ഡോക്ടറായി, നല്ല പ്രാക്ടീസാണ്, എന്റെ മരുന്നൊക്കെ ഫലിക്കുന്നുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് പണം ഉണ്ടാക്കാനാണ് എന്ന് വിചാരിച്ചാല് ആ നിമിഷം നമ്മുടെ വൈദ്യം ഫലിക്കുകയില്ല. എന്നാൽ എന്റെ അറിവ് ഈ സുഖക്കേട് ഭേദമാക്കാനുള്ള എന്റെ വിദ്യയാണ്, അതിനെനിക്ക് തന്ന വരദാനമാണ് എന്ന് വിചാരിക്കുമ്പോ ആ ഡോക്ടർക്ക് അറിയാതെ കൈപ്പുണ്യം വരും. കൈപ്പുണ്യം വാങ്ങിക്കാൻ കിട്ടുകയല്ല, സൂപ്പർ മാർക്കറ്റിൽ കിട്ടുകയല്ല കൈപ്പുണ്യം. കൈപ്പുണ്യം അനുഗ്രഹമാണ്, അത് മനസ്സിന്റെ വിശുദ്ധിയിൽ നിന്നേ വരും. അപ്പൊ ഈ ലാളിത്യത്തിന്റെയും പര ഉപകാരത്തിന്റെയും സമൂഹത്തെ പറ്റിയുള്ള അവബോധത്തിന്റെയും വളരെ വലിയ പാഠങ്ങൾ ഇവിടെ നിന്ന് ഉൾക്കൊള്ളാൻ ഈ വിദ്യാലയം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്കൂൾ വിദ്യാഭ്യാസമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്തെന്നറിയാമോ, നിങ്ങള് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുമ്പോ ഇനിയും ഒരു 8-10 വർഷം എടുക്കും. 10ാം ക്ലാസ്സിലെ കുട്ടി തന്നെ ഇനി 5 വർഷം ഒരു പ്രൊഫഷണൽ കോഴ്സിൽ പോയി, 12ാം ക്ലാസ്സിലെ കുട്ടി പ്രൊഫഷണൽ കോഴ്സിൽ പോയി, പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 8-10 വർഷം എടുക്കും ജീവിതത്തിന്റെ ഒരു നിർണായകമായ സ്ഥലത്ത് ഇന്നിവിടെ പഠിക്കുന്ന ഒരു കുട്ടി, ഏറ്റവും മുതിർന്ന കുട്ടി പോലും എത്തിപ്പെടാൻ. ഈ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ലോകം എങ്ങനെ ഇരിക്കുമെന്നോ, ഈ ലോകത്തിന്റെ ധാർമ്മിക വ്യവസ്ഥ എന്തായിരിക്കുമെന്നോ, ഇപ്പോഴുള്ള മൂല്യബോധം പോലും നഷ്ടപ്പെടുമെന്നോ, മത്സരം എന്തായിരിക്കുമെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ എന്താണ് നിർമ്മിത ബുദ്ധിയും അതുപോലെ തന്നെ ഒരു പുതിയ സാങ്കേതിക വിദ്യയും എല്ലാം കൂടെ ചേർത്തിട്ട് പരസ്പരം മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നെടുക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമോ നമുക്ക് അറിഞ്ഞുകൂടാ. ഭസ്മാസുരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റി, അസുരനെ പറ്റി നമ്മൾ പുരാണത്തിൽ വായിക്കുന്നുണ്ടല്ലോ. വരം കിട്ടി, ആരുടെ തലയിൽ കൈവച്ചാൽ അയാൾ മരിക്കുന്നതാണ്. നല്ല വരമാണ് കേട്ടോ, ബെസ്റ്റ് വരമാണ്. അപ്പൊ എന്നാൽ ഈ വരം തന്നെ ആളുടെ തലയിൽ തന്നെ വെച്ചു കളയാം എന്ന് തോന്നിയ ഭസ്മാസുരന്റെ കഥ നമുക്കറിയാം. അതുപോലെ ആയി തീരുമ്പോ ഈ ടെക്നോളജിയുടെ വരം കിട്ടിയ മനുഷ്യൻ പരസ്പരം നശിപ്പിക്കാൻ വേണ്ടി ഈ വരം ഉപയോഗിക്കുമോ?
ഏത് സാങ്കേതിക വിദ്യക്കും അങ്ങനെ നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണല്ലോ ഈ അറിവ് എന്നുള്ളത്. ആ അറിവിനെ എങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്നത് എങ്ങനെ? നമ്മുടെ ജീവിതത്തിന്റെ, നമ്മളെ നയിക്കുന്ന, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു മൂല്യ വ്യവസ്ഥതയാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ കോളേജിൽ പഠിച്ച്, ഒരേ മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഇറങ്ങുന്ന രണ്ട് ഡോക്ടർമാരില് ഒരുത്തൻ കൈക്കൂലിക്കാരനും മറ്റവൻ ആതുര സേവകനുമായി തീരുന്നത് എന്തുകൊണ്ടാണ്? പഠിച്ച വിദ്യാലയത്തിലെ കുഴപ്പമല്ല കേട്ടോ, ഈ രണ്ട് മൂല്യബോധങ്ങളുടെ വ്യത്യാസമാണ്. ഒരാൾ പഠിച്ചിറങ്ങിയത് എനിക്ക് പണം ഉണ്ടാക്കാനാണെന്ന് വിചാരിക്കുന്നു, മറ്റൊരാൾ വിചാരിക്കുന്നു അല്ല, എന്റെ ജോലി മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുകയാണ്. എവിടെയാണ് വ്യത്യാസം? എങ്ങനെയാണ് ഈ വ്യത്യാസം വരുന്നത്? അതാണ് ഈ മൂല്യബോധം എന്ന് പറയുന്നത്. ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ഇതൊക്കെ പഠിക്കുന്നത്, അറിവ് നേടുന്നത് എന്നുള്ളതിന് എന്നെ കൊണ്ടുള്ള പ്രയോജനം, ഒരു വൃക്ഷം എങ്ങനെയാണോ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് തണൽ കൊടുക്കാനും കരി കൊടുക്കാനും ഫലം കൊടുക്കാനുമുള്ള ഒരു വൃക്ഷമായി ഞാൻ മാറട്ടെ എന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ മൂല്യബോധത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. വൃക്ഷം സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ വൃക്ഷത്തിന് എല്ലാ കാര്യവും പ്രകൃതി ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. വൃക്ഷം വൃക്ഷത്തിനെ മറക്കുമ്പോൾ പ്രകൃതി വൃക്ഷത്തെ മറക്കുന്നില്ല. വൃക്ഷത്തിന് വേണ്ട, ഒരു മരത്തിന് വേണ്ട വെയില്, ഒരു മരത്തിന് വേണ്ട കാറ്റ്, ഒരു മരത്തിന് വേണ്ട വളം, വെളിച്ചം എല്ലാം പ്രകൃതി കൊടുത്തുകൊണ്ടേയിരിക്കും. വൃക്ഷം ചെയ്യേണ്ടത് എന്താണ്? സ്വയം നന്നാവുക, ശാഖോപശാഖകൾ വിതർത്തുക, അതിന്റെ തണലിൽ വരുന്നവർക്ക്, താഴെ വരുന്നവർക്ക് തണൽ കൊടുക്കുക, ഒരു മാങ്കനി അല്ലെങ്കിൽ ഒരു കരി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമ്മളെന്ന് പറയുന്ന വൃക്ഷത്തിന്റെ കീഴിൽ വരുന്നവർക്ക് തണൽ കൊടുക്കണം, അവരാഗ്രഹിക്കുന്ന ഒരു കരി കൊടുക്കാൻ നമുക്ക് സാധിക്കണം, അവർക്ക് എന്താണ് കാറ്റ് വീശി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ചു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയെയും മാറ്റിമറിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി ജീവിക്കുമെങ്കിൽ ഈ വിദ്യാലയത്തിൽ പഠിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സമ്പന്നമാകുമെന്ന് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് ഈ സ്കൂളിന് അഭിമാനവും ഈ സമൂഹത്തിന് പ്രയോജനവും ഉണ്ടാകുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്താൻ ഇവിടുത്തെ അധ്യാപകർക്കും മാനേജ്മെന്റിനും സാധിക്കട്ടെ. ഇത് അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയുകയല്ല. ലാളിത്യത്തോടു കൂടി ജീവിക്കുക, മറ്റുള്ളവരെ മറക്കാതെ ജീവിക്കുക, അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു മൂല്യബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ കാതൽ എന്ന് പറയുന്നത് വിനയമാണ്, അഹങ്കാരം വരാതിരിക്കുക. അഹങ്കാരിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, കാരണം ഫലിക്കുകയില്ല. ദൈവം വിചാരിച്ചപ്പോൾ അവന്റെ പ്രാർത്ഥന ഫലിക്കില്ല, കാരണം അവന് അഹങ്കാരം എന്ന് പറയുന്ന കോട്ട കെട്ടിയിട്ടാണ് അവൻ അകത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടി പോലും അവന്റെ അടുത്തേക്ക് എത്തുകയില്ല, കാരണം ഈ അഹങ്കാരത്തിന്റെ കോട്ടയ്ക്കെടുത്തത്. അപ്പോ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ അഹങ്കാരം ആദ്യം ഉപേക്ഷിക്കണം. അഹങ്കാരമില്ലാതെ ലളിതമായി വിനയത്തോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ മഹാശക്തിയുടെ മുമ്പിൽ എന്നെ, പണ്ട് ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, ഓ ലോർഡ് മേക്ക് മീ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ദൈ പീസ്, അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റിയാലും എന്ന് പറയുന്ന അസീസിയിലെ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന പോലെ ഈ അങ്ങയുടെ മക്കളെ സേവിക്കാനുള്ള ഒരു ഉപകരണമാക്കി എന്നെ മാറ്റിയാലും എന്ന് പറയുന്ന പരമവിനീതമായ പ്രാർത്ഥനയുണ്ട് എങ്കിൽ ബാക്കിയെല്ലാം ഈ പ്രകൃതിയുടെ പ്രപഞ്ച ശക്തി നമ്മളെ തയ്ച്ചുകൊള്ളും എന്നാണ് ഈ ചിന്താലയേശൻ നമ്മളോട് പറയുന്നത്. ആ ഗുരുവിന്റെ പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്മ വരട്ടെ. നന്ദി. Thank you, sir, for illuminating this evening with your presence and blessing. We are grateful to you, sir, for your highly inspirational words, which will have positive impact on our students' personal growth and development. We are highly honored to have you as our chief guest. Thank you, sir, for being a part of our annual celebration and for gracing this occasion with your graceful presence. We wish to present a token of our deepest respect and gratitude to our esteemed chief guest, Sri K. Jayakumar IAS. May I now have the honor of inviting our respected Padma Shri Dr. J. Harindran Nair, Sri S. Anandakrishnan IPS and Guinness Dr. J. Narayan Ji to present the token of our heartfelt respect and admiration to our very special and honorable chief guest. We request our chief guest to please accept this as a small gesture of our great respect.